ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 7ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നുള്ള ചാപ്റ്ററാണ്. പൂർണ്ണമായും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം. ഒന്ന്, നിങ്ങൾക്ക് ആദ്യമേ തന്നെ അറിഞ്ഞു വെക്കേണ്ട ഒരു ഭാഗമാണ് ഹരിത വിപ്ലവം. ഓക്കെ, ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ, 1944. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഓക്കെ, അമേരിക്കയിൽ ജനനം 1970 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അതേപോലെ മറ്റൊന്ന്, ഇത് ഹരിത വിപ്ലവമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഓർത്തു വെക്കണം, MS സ്വാമിനാഥൻ. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് CM കിഡ് സ്കോളർഷിപ്പിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ആഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടറാണ് അദ്ദേഹം. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിച്ച ധാന്യമാണ് ഗോതമ്പ്. റെഡിയല്ലേ? ഇനി നമുക്ക് അടുത്തത് കുടുംബശ്രീ എന്താണ് എന്നും ഉള്ള കാര്യങ്ങളാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണെന്ത്? കുടുംബശ്രീ എന്ന് പറഞ്ഞ പദ്ധതി. നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും ഒന്ന് കടന്നു പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: സിന്ധു നദീതട നാഗരികതയിലെ ജനങ്ങൾ എന്തു കൃഷി ചെയ്തിരുന്നു എന്നാണ് തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, കുരുമുളക്, ചോളം, ഗോതമ്പ്, നെല്ല്. ഓക്കെ, ഉത്തരം ഓർത്തു വയ്ക്കുക, നെല്ല്. രണ്ടാമത്തെ ചോദ്യം: ഉപജീവന കൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയുത്തരം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് പരമ്പരാഗത കൃഷി ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ ലക്ഷ്യമല്ല. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ്. മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വിൽപ്പന നടത്തിയിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള CM കിഡ് സ്കോളർഷിപ്പിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നോക്കുക, ഇതില് ഏതൊക്കെയാണ് ശരി അല്ലേ? ഇത് 4 എന്ത് തന്നെയാണ്? ശരിയായുള്ള പ്രസ്താവനയാണ് അല്ലേ? യെസ്, അപ്പോ C ആണ് ശരിയുള്ള ഉത്തരം. അപ്പോൾ പരമ്പരാഗത കൃഷി ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ലാഭം നേടുക എന്നത് ഈ കൃഷിയുടെ ലക്ഷ്യമല്ല, ലാഭമല്ല അവിടെ ലക്ഷ്യം അല്ലേ? കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ശരിയാണ്. മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വിൽപ്പന നടത്തുന്നു. അപ്പോൾ 4 ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം: ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം, ശ്രദ്ധിക്കാട്ടോ, മാറി മാറിയല്ല, ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്ന രീതിക്ക് പറഞ്ഞ പേര് സമ്മിശ്ര കൃഷി. ഓക്കെ, അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂട്ടുകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. കൂട്ടുകൃഷിയാണ് മിക്സഡ് ആയിട്ട്. അടുത്ത ചോദ്യം: ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷി രീതിയുടെ പ്രത്യേകതയാണ്? ഓർത്തു വയ്ക്കുക, തോട്ടവിള. ദെൻ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ പെടാത്തത് ഏത്? ഇതൊക്കെയാണ് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ശമനം, സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കൂടി, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ പെടുന്നതല്ല, പെടാത്തത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം, ഇത് അതിൽ ഉൾപ്പെടുന്നതല്ല. ഇതാണ് ശരി. ദെൻ അടുത്ത ചോദ്യം: ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി രീതിയാണ് വാണിജ്യ കൃഷി. അടുത്ത ചോദ്യം: ഹേമറ്റൈറ്റ് നമുക്കറിയാം, ഒരു അയിരാണ് അല്ലെ? ഹേമറ്റൈറ്റിന്റെ വ്യാവസായിക ഉപയോഗം എന്തിനാണ്? ഹേമറ്റൈറ്റ് ഭൂമിയുടെ ഉള്ളിൽ നിന്നും അല്ലെ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഉപയോഗം ഓർത്തു വയ്ക്കുക, ഇരുമ്പുരുക്ക് നിർമ്മാണം, ഇരുമ്പ് അല്ലെ, അയൺ, ഇരുമ്പ്. ദെൻ അടുത്ത ചോദ്യം, കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂപരിഷ്കരണ നിയമത്തിന്റെ സവിശേഷതയിൽ പെടാത്തത് എന്താണ്? ഭൂപരിഷ്കരണ നിയമം
ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുന്നു. 2 പെടാത്തതാണ് ചോദ്യം. പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി പാട്ടത്തിന് കൊടുത്തു. മിച്ച ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതർക്കും കർഷകർക്കും വിതരണം ചെയ്തു. ഇത് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനിടയാക്കി. അപ്പോൾ ഇത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ സവിശേഷതയിൽ പെടാത്തത് പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി പാട്ടത്തിന് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തലും കോഴി വളർത്തലും മീൻ വളർത്തലും സംയോജിപ്പിച്ച് നടത്തുന്ന കൃഷി രീതി ഏതാണ്? തോട്ടവിള കൃഷി, ഉപജീവന കൃഷി, വാണിജ്യ കൃഷി, സമ്മിശ്ര കൃഷി. ഓർത്തു വയ്ക്കുക, എന്താണ് സമ്മിശ്ര കൃഷി. അടുത്തത്, താഴെ പറയുന്നവയിൽ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട കൃഷി ഏത്? തുണി വ്യവസായം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. റബ്ബറാണോ, പരുത്തിയാണോ, ചണമാണോ, കരിമ്പാണോ എന്നുള്ളതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. പരുത്തി കൃഷിയാണ് തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട കൃഷിരീതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭക്ഷ്യവിള ഏതാണ്? ഭക്ഷ്യവിള അതേപോലെ നാണ്യവിള, ധാന്യമല്ല നാണ്യവിള ഏതാണ്? ചണമാണോ, റബ്ബറാണോ, നെല്ലാണോ, പരുത്തിയാണോ? നമുക്ക് അതൊന്നും പ്രയാസം ഉണ്ടാവില്ല അല്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും. ദെൻ തന്നിരിക്കുന്നവയിൽ തോട്ടവിള അല്ലാത്തത് ഏതാണ്? കാപ്പി, നെല്ല്, ഗ്രാമ്പു, ഏലം. ഇതിൽ തോട്ടവിള അല്ലാത്തത് അല്ലേ, വയലൊക്കെ ചെയ്യുന്ന നെല്ലാണ്. അടുത്ത ചോദ്യം, സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപാദനം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വന്തം ഉൽപാദനം അല്ലെ സ്വന്തം ഉപയോഗത്തിനുമായി വേണ്ടിയിട്ടുള്ള ഉപജീവന കൃഷിയാണോ, വാണിജ്യ വിള കൃഷിയാണോ, തോട്ടവിള കൃഷിയാണോ, സമ്മിശ്ര കൃഷിയാണോ? സാമിശ്രയല്ല, സമ്മിശ്ര കൃഷിയാണോ? അപ്പോൾ നമ്മളെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന കൃഷിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഗോതമ്പ് ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഗോതമ്പ് ഉത്തർപ്രദേശ്. പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പരുത്തി മഹാരാഷ്ട്ര. നെല്ല് ഉൽപാദനത്തിൽ 1-ാമത് നെല്ല് പശ്ചിമ ബംഗാൾ. ഇനി അടുത്തത്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് അയിരുകളാണ്. ഇനി ധാതുക്കൾ ഏത് വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുക്കളാണ്? എന്തുണ്ടാക്കാനാണ് ഹേമറ്റൈറ്റ് അതേപോലെ മാഗ്നറ്റൈറ്റ് എന്നിവ ഉപയോഗിക്കുന്നത്? ഉത്തരം ഇരുമ്പ് ഉരുക്ക് വ്യവസായം. അടുത്തത്, ബോക്സൈറ്റ്. നേരത്തെ പറഞ്ഞു ഹേമറ്റൈറ്റ് അതേപോലെ മാഗ്നറ്റൈറ്റ് അല്ലേ, അതേപോലെ ഒന്നാണ് ബോക്സൈറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് 8-ാം ക്ലാസ്സൊക്കെ പഠിക്കാൻ കേട്ടോ കൃത്യമായിട്ട്. ഉത്തരം അലുമിനിയം വ്യവസായം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹധാതു ഏത്? ലോഹധാതു മാംഗനീസ്, ബോക്സൈറ്റ്, വജ്രം, പെട്രോളിയം. ഓർത്തു വയ്ക്കുക, വജ്രം. അടുത്തത് UNDP എന്ന് ചോദിച്ചിട്ടുള്ളത്. UNDPയുടെ പൂർണ്ണമായ രൂപം, ഫുൾ ഫോം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. പ്രാഥമിക വ്യവസായം എന്നും വ്യവസായ മേഖലയുടെ നട്ടൽ എന്നും വിശേഷിപ്പിക്കുന്ന വ്യവസായം? ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഫലപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.